എൻ്റെ മേക്കപ്പ് പോയോ ചേട്ടാ? ഇല്ല, ഒട്ടും പോയിട്ടില്ല. എന്റെ മാളുവിന്റെ ഐലൈനർ പോയോ ഇല്ലയോ? എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അച്ഛൻ പറഞ്ഞ പോലെ നമ്മളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു സൺഡേ വ്ലോഗാണ് കേട്ടോ. അപ്പം അന്ന് നമ്മള് എവിടേക്കാ പോണേ? അമ്മമ്മയുടെ അവിടേക്ക്. ഞങ്ങൾക്ക് വേറെ എവിടെയും പോകാനില്ല. ചെറുപ്പശ്ശേരി വിട്ട് കഴിഞ്ഞ് നമ്മൾ പോണ ഒരേ ഒരു സ്ഥലം പെരിന്തൽമണ്ണ ബാധേക്കര നമ്മുടെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളെ അവിടുത്തെ വീട് പണിയൊന്നും കഴിഞ്ഞിട്ട് പണിയൊന്നും തീരാത്ത നമ്മളുടെ കുഞ്ഞു വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ കയറ്റി വെച്ചിട്ട് മാറാൻ പോവുകയാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ട് ഷിഫ്റ്റാക്കി അച്ഛനും അമ്മേനെയൊക്കെ ഒന്ന് സഹായിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇനി ഇവിടെ കുറേ നേരം നിന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്ളോഗിൻ്റെ ഇൻട്രോ കാണുമ്പോൾ എൻ്റെ അനിയത്തി എന്നെ കുനിച്ച് നിർത്തി ഇരിക്കും. ഞാനവിടെ എത്താൻ വഴുകാൻ കാരണം ഞാൻ ഇവിടെ നിന്ന് വീഡിയോ ചെയ്യാമായിരുന്നു എന്ന് പറയൂലേ. ഇത് പോരാഞ്ഞിട്ട് ഞാൻ വേറൊരു ഷോർട്സും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി കണ്ടോ എന്നെ തല്ലിക്കൊല്ലും. കാരണം കൊണ്ട് ഇനി നമുക്ക് പെരിന്തൽമണ്ണയിലേക്ക് പോണ വഴി നമ്മൾ വീഡിയോ എടുക്കണ്ടോ? ഓക്കെ, പോണ ലൈറ്റ് ഫാനൊക്കെ ഓഫ് ആക്കും. അപ്പോൾ പോണ വഴി നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ അവിടെ കാണിക്കാം കേട്ടോ. അപ്പം ഇന്ന് പ്രത്യേകിച്ച് ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇനി അടുക്കളയിൽ കയറാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നും ആവൂല. അപ്പോൾ ഞാൻ ചോറ് വെച്ചിട്ടുണ്ട്, ചുക്കെള്ളം നിറപ്പിച്ച് വെച്ചു, പിന്നെ കുറച്ച് മോരൊക്കെ ഉണ്ട്. അപ്പോൾ ഏട്ടൻ അതെല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അതുപോലെ ഡിയേഴ്സ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കുറേ പേര്, ഒത്തിരി പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. അത് ചിലപ്പോൾ നമ്മളെ ഇഷ്ടം ഉണ്ടാവില്ല, ഇഷ്ടമില്ലാണ്ട് കാണുമ്പോൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യൂലല്ലോ. ഇവളെന്തായി കാട്ടണേ എന്നറിയാൻ വേണ്ടി മാത്രം കാണുമായിരിക്കും. എന്നാലും കുഴപ്പമില്ല, കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇനി നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അല്ലേ. അപ്പം ഇനി നമുക്ക് വ്ലോഗിലോട്ട് കിടക്കേണ്ടതാ. അയ്യോ സോറി ഞാനിപ്പോ നേരത്തെ പറഞ്ഞ ഡയലോഗ് മൊത്തം അച്ഛൻ്റെ ആയിരുന്നു. അപ്പൊ ഞാനതിൽ പറഞ്ഞതിൽ ഖേദിക്കുന്നു. ഈ പറഞ്ഞോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് പണ്ട ഇത് ആദ്യം പറഞ്ഞില്ലേ? ഞങ്ങളെ വീഡിയോ കണ്ടിട്ട് ഇതാണ് അവസ്ഥ. നമ്മുടെ ആദ്യം അവിടെയാണ് കേട്ടോ. പാതകരയ്ക്ക് ഇന്നലെ തന്നെ പോയിട്ടുണ്ട്. ഇന്നലെ എപ്പോഴും പോയി, നല്ലൊരു ഉച്ചയാകുമ്പോഴത്തേക്കും ഞാനും അച്ഛനും കൂടി ഏകദേശം ഒരു 10-10:30 ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും എൻ്റെ പണികളൊക്കെ ഒരുങ്ങി കിട്ടിയുള്ളൂ. പിന്നെ ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് പോയത്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ബസ് സ്റ്റാൻഡിൽ എത്താനും ലേറ്റ് ആവും, അവിടുന്ന് വീട്ടിലെത്താൻ അതിലേറെ ലേറ്റ് ആവും. എൻ്റെ മേക്കപ്പ് പോയോ ചേട്ടാ? ഇല്ല, ഒട്ടും പോയിട്ടില്ല. ഒട്ടും പോയിട്ടില്ല. തീരെ പോകണ്ടായിരുന്നു. കണ്ടാ തോന്നില്ല. നാച്ചുറൽ മേക്കപ്പാ. ബൈ. അപ്പൊ ഞമ്മക്ക് എവിടെ തൂതയിലെത്തി കാണാം. തൂത എത്തിക്കഴിഞ്ഞാൽ വീഡിയോ എടുക്കണം നമ്മുടെ അച്ചൂട്ടന് ഭയങ്കര നിർബന്ധമാണ് കേട്ടോ. തൂതപ്പുഴയുടെ ആ ഭാഗങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ. മഴ ഇങ്ങനെ ഇടവിട്ട് തുടങ്ങിയല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ പുഴയിൽ അത്ര അധികം വെള്ളമൊന്നും കയറിയിട്ടില്ല. ഇനി ഇങ്ങനെ പോകെയുള്ള വീഡിയോസിലൊക്കെ തൂതപ്പുഴ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇടയിലുള്ള വെയിൽ നല്ല ചൂടുണ്ട് കേട്ടോ. അച്ചൂട്ടൻ ബസ്സിൻ്റെ ചൂട് സഹിക്കാൻ പറ്റാണ്ട് തലയിൽ ഇങ്ങനെ എൻ്റെ സാരിയൊക്കെ ഇട്ടിട്ടാണ് അവിടെ വരെ പോകുന്നത്. നല്ല വെയിൽ മേലേക്ക് തട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തി ഞങ്ങൾ പപ്സ് വാങ്ങി വീട്ടിലേക്ക്. പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് അങ്ങനെ പോവുകയുണ്ടായേ. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഇങ്ങനെ ഒരു ദിവസം കൊണ്ട് എടുത്തതല്ല കേട്ടോ. ഈ ഒരു മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഞായറാഴ്ച ഇങ്ങനെ വീട്ടിലേക്ക് വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനും അനിയത്തിയും. അപ്പോൾ എല്ലാ ആഴ്ചയും വന്ന് കുറേശ്ശെ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി ഇങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളത് കെട്ടിപ്പൂട്ടി ഉണ്ടാക്കുകയാണ്. അപ്പോൾ എപ്പോഴും ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ സമയം കിട്ടാറില്ല. വല്ലപ്പോഴും എടുക്കുന്ന ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഉൾക്കൊള്ളിച്ചും കൊണ്ടൊരു കുഞ്ഞു വ്ലോഗ് തട്ടിക്കൂട്ടിയതാണ് കേട്ടോ. കുറേ അട്ടപ്പെട്ടിയിലും കുറേ ചാക്കിലും ഒക്കെ ഞങ്ങൾ സാധനങ്ങൾ കെട്ടിപ്പൂട്ടി എടുത്തിട്ടുണ്ട്. എടുത്ത സാധനങ്ങളൊക്കെ അച്ഛയുടെ വണ്ടിയിൽ ആക്കിയിട്ട് കുറേശ്ശെ ഇങ്ങനെ അവിടെ കൊണ്ടു വെക്കും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പെരുമാറുന്ന കുറച്ച് സാധനങ്ങൾ മാത്രമാണ് കൊണ്ടുവയ്ക്കാനുള്ളൂ. ഈ വീഡിയോയ്ക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല രീതിക്ക് ശ്വാസമുട്ടും കഫക്കെട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം മാറിയിട്ട് ഇത് പോസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം പിടിക്കുമോ എന്നെനിക്കൊരു തോന്നൽ. എന്താ വെച്ചാൽ ഇപ്പോൾ വയ്യാതെ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ശ്വാസമുട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അത് മാറിക്കിട്ടാൻ നല്ല അംഗമാണ്. അതുകൊണ്ട് ഞാൻ അസുഖം മാറാൻ കാത്തു നിൽക്കാണ്ട് തന്നെ വീഡിയോ എഡിറ്റിങ് കഴിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ.
ഉച്ചരിങ്ങിട്ട് മക്കളെ കൊണ്ട് പാടത്തൊന്ന് ഇറങ്ങിയാണ്. അപ്പം ഇങ്ങനെ ഇടവിട്ട് മഴയൊക്കെ പെയ്യുന്നതല്ലേ, പാടം കാണാൻ നല്ല ചന്താണ്. അതുപോലെ തന്നെ പാടത്ത് വന്നപ്പോൾ നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ടു കേട്ടോ. 2 മയിലുകളുണ്ടായിരുന്നേ, രണ്ടും കൂടെ ഇങ്ങനെ അതിക്കൂടെ ഇങ്ങനെ പീലിയൊക്കെ വിടർത്തി നടക്കാറുണ്ട് അത്രേ. പക്ഷെ അതൊന്നും ഞങ്ങൾ കണ്ടില്ല. രണ്ടും കൂടെ വെറുതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഇഷ്ടപ്പെടാനായിട്ട് തോന്നുന്നു. ഒരാൾ അങ്ങോട്ട് ഓടി പാറിപ്പോയി. ചെർപ്പളശ്ശേരിയിൽ ഇങ്ങനെ പാടത്തിൽ കൂടെ നടന്നിട്ട് വീഡിയോസൊക്കെ എടുക്കുന്നത് കണ്ടിട്ടേ കുറേ പേര് കമൻറ്റിലും അതുപോലെ മെസ്സേജായിട്ടൊക്കെ പറഞ്ഞു നമ്മുടെ അടുത്ത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, നല്ല ഇഷ്ടമായി എന്നൊക്കെ. ഞാൻ ഓർത്തു എൻ്റെ നാടും എൻ്റെ നാടിൻ്റെ ഭംഗിയൊക്കെ നിങ്ങളെ ഒന്ന് അങ്ങോട്ട് കാണിക്കുക എന്നുള്ളത്. ചെരുപ്പ് കേടന്നതാ. എടാ ആദ്യത്തെ ശരിയാക്കി താടാ പ്ലീസ്. ഞാൻ വീഡിയോ എടുക്കല്ലേ, അതാണേ. ഫോണിലേക്ക് ആക്കരുത് പിശാചോളെ. ഉണ്ണിന് ഫോണ് ഈ ആഴ്ചത്തെ ലീവ് അപ്പൊ പെരിന്തൽമണ്ണ പാതയ്ക്കലിന്റെ വീട്ടിലായിരുന്നു. അവള് വേനൽക്കാലത്ത് മാത്രമേ ഇങ്ങോട്ട് വിരുന്ന് വരൂ എന്നാ പറയണേ കേട്ടോ. വീട്ടിൽ റാക്കിൽ നിന്നൊക്കെ പാത്രങ്ങൾ വലിച്ചെടുത്ത് മേലൊക്കെ ആകെ പൊടിയും മണ്ണൊക്കെയാണ് കേട്ടാ. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് മാക്സി നല്ല രീതിക്ക് മുഷിഞ്ഞത് ശ്രദ്ധയിൽ പെട്ടത്. വെള്ളാക്കിയത് ആ മണ്ടനെ നിങ്ങക്ക് ഇപ്പൊ കാണിച്ചു തരാം ഗൈസ്. അതാ നിക്കണോന്നല്ലേ. അച്ഛനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? കുട്ടികളെ വെള്ളത്തിലിറക്കി കളിക്കാൻ സമ്മതിച്ചതിന് നല്ല രീതിക്ക് അവിടുന്ന് ചീത്തയൊക്കെ കേട്ടോണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. ചെവിയേക്കാത്തവർ പോലെ ഞങ്ങൾ പാടത്ത് കളിച്ചോണ്ടേ ഇരിക്കുകയായിരുന്നു. ഇതിലിപ്പോ എൻ്റെ ചേച്ചിയും മക്കളും ചെറിയനീറ്റിയും മക്കളും ഒന്നും പെട്ടിട്ടില്ല. എന്നിട്ടാണ് ഇത്രയും കോലാഹലങ്ങള്. എന്റെ മാളുവിന്റെ അയലിനൊരു പോയോ ഇല്ലയോ? മാളിന്റെ അമ്മ വെള്ളത്തിൽ കളിക്കുന്നതിന് ചീത്ത അറിയാന്ന് കേട്ടോ. എത്രയും വലുതായി മുതുക്കി കളവിയായി. പക്ഷെ ഇപ്പോഴും ഞാൻ വെള്ളത്തിൽ കളിക്കുമ്പോൾ അമ്മേനെ ചീത്ത അറിയാണ്. എൻ്റെ കുട്ടികളെ ഞാൻ വെള്ളത്തിൽ കളിക്കാനൊക്കെ സമ്മതിക്കും. അമ്മയ്ക്ക് ശ്വാസം മുട്ടെന്ന് പറഞ്ഞിട്ട് കയറി പോരാൻ പറയാണ്. എന്താ ചെയ്യാല്ലേ. പാടത്തെ കളിക്കലും തിരക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകാൻ നിന്നപ്പോഴത്തേക്കും ചെറിയ നീത്തി ഉണ്ണികളൊക്കെ വന്നിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം എല്ലാവരും കൂടി അവിടെ അങ്ങോട്ട് ഒത്തു. പിന്നെ വൈകുന്നേരം നമ്മൾ തിരിച്ചുമ്മളുടെ വീട്ടിലേക്ക് തന്നെ പോയിട്ട്, നമ്മളുടെ വീടിൻ്റെ ഉമ്മർത്ത് കുത്തിയ പുതിയ കിണറൊക്കെയാണ്, നല്ലവണ്ണം വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. വൈകുന്നേരം അനിയത്തി ഉണ്ണീനെ കൂട്ടിയിട്ട് അങ്ങനെ അവളുടെ വീട്ടിലേക്ക് പോയി. പിന്നെ നേരം കുറേ ലേറ്റായിട്ടാണ് ഏട്ടൻ എന്നെ കൂട്ടാൻ വന്നേട്ടോ. ഇത്തവണ വീട്ടിൽ വന്നപ്പോൾ അമ്മമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മമ്മയ്ക്ക് സ്പെഷ്യലായിട്ട് അമ്മ പരിപ്പ് പായസമൊക്കെ ഉണ്ടാക്കിയാണ്. അപ്പോൾ അതൊക്കെ കുടിച്ച് വൈകിട്ട് മേലഴുകലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് രമേശേട്ടൻ ഞങ്ങളുടെ കൂട്ടാനായിട്ട് ഗൂഡ്സ് വണ്ടിയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങനെ തിരിച്ച് നമ്മളുടെ വീട്ടിലേക്ക് പോയി. ഏകദേശം 1 മാസമായിട്ട് ഇപ്പോൾ എല്ലാ ഞായറും ഇങ്ങനെ വീട്ടിൽ വന്നും പോയി അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെ വിശേഷങ്ങളേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.